അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്നൊരു ബോർഡർ ആട്ടോ ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ്. അപ്പർ ബോർഡർ കുറച്ചൊന്ന് ഷോർട്ടായിട്ട് വന്നിട്ട് ലോവർ ബോർഡർ ഇത്രയും ബ്രോഡായിട്ട് വന്നേക്കുന്ന ലുക്ക്. അതിനകത്ത് തന്നെ മസ്റ്റർഡ് യെല്ലോൻ്റെ ഒരു കോമ്പിനേഷനാണ് കൂടുതലും. നമുക്ക് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ബോർഡറിൽ അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ബ്രൗണിൻ്റെയും ഓറഞ്ചിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടിൻറ്റും അതിൻ്റെ കൂടെ ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആൻഡ് അപ്പർ ബോർഡറിലും സെയിം ആ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. പല്ലൂലി ഈ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആൻഡ് സെൽഫ് ടാസ്. ദിസ് ബ്ലാക്കിൻ്റെയും നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ കൂടുതൽ മാച്ച് ആവുന്ന ഇതുപോലെ കോൺട്രാസ്റ്റ് ലുക്കിൽ വരുന്ന ബ്ലൗസൊക്കെ പെയർ ചെയ്യുമ്പോഴായിരിക്കും. യെല്ലോ ഒക്കെ ഒത്തിരി മാച്ച് ആവും കേട്ടോ. ഇത് വിത്തൗട്ട് ബ്ലൗസിൽ വന്നേക്കുന്ന കളക്ഷൻ. നമുക്ക് അതുപോലെ തന്നെ പ്രിൻറ്റഡ് ലുക്കിൽ വരുന്ന ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന സാരി. ആൻഡ് ഇതിൻ്റെ ഒരു കളർ ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഇത് കുറച്ച് ഒരു പിങ്ക് ചേർന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആൻഡ് അതിനകത്ത് സെയിം ആ ഒരു വീവിങ് സ്റ്റൈൽ. നമ്മുടെ ബാലുശ്ശേരി കോട്ടൺസിലൊക്കെ വരുന്നൊരു വീവിങ് സ്റ്റൈലാട്ടോ ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു ലുക്കിൽ വന്നേക്കുന്ന സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ പാലറ്റ് ആട്ടോ. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് RP666 ആൻഡ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 1299. നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിനകത്ത് വന്നേക്കുന്ന സാരീസ് നമുക്കിപ്പോൾ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി വെയർ കളക്ഷൻസിനകത്ത് ആഡ് ആക്കാൻ പറ്റുന്ന ഒരു സാരി. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻ ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. ഒരു ടിഷ്യൂൻ്റെ വീവിങ് സ്റ്റൈൽ വരുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ ടച്ച് വരാറുണ്ട്. ആൻഡ് ഇതൊരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഫുള്ളായിട്ടൊരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആ ഒരു സെൽഫ് പ്രിൻ്റാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആട്ടോ. ആൻഡ് ത്രൂ ഔട്ട് ആ ഒരു പ്രിൻറ്റ് ലുക്കാണ്, ഒരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന് ഇതിൻ്റെ ടോപ്പിലായിട്ട് വന്നേക്കുന്നത് സെയിം ആ ഒരു ടിഷ്യൂൻ്റെ വീവിങ്ങിൽ വന്നേക്കുന്ന ടോപ്പാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അതിന് ഇതിൽ സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഈ ഒരു ഫ്ലോറൽ ലുക്ക്. അതിൻ്റെ ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ വന്നേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ഫുള്ളായിട്ട് കട്ട് വർക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ്. ആ ഒരു സെയിം ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അൺഈവനായിട്ട് വന്നേക്കുന്ന സ്കാലപ്പ് ഭയങ്കര രസമാട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അതിന് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ഈ ഒരു സെയിം സ്കാറ്ററായിട്ട് തന്നെയാണ് ആ ഒരു ടോപ്പ് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അതിന് ഇത് സ്ലീവിൻ്റെ പോർഷനിൽ വേണ്ടിയിട്ട് സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കാണ്. ആൻഡ് ബാക്ക് സൈഡ് സോളിഡ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അതിന് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം സെയിം ആ ഒരു ഗ്രീൻ ഷെയ്ഡ്. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാട്ടോ. അതിനകത്ത് വന്നേക്കുന്ന ദുപ്പട്ടയിൽ വളരെ തിന്നായിട്ടുള്ള ഒരു സെറീൻ്റെ ബോർഡർ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ വീവിങ് സ്റ്റൈലാട്ടോ കൊണ്ടുവന്നേക്കുന്ന 4 സൈഡ് ലുക്ക്. ആൻഡ് ടോപ്പിൽ വരുന്ന വർക്ക് ഡീറ്റെയിലിങ് ഇതാട്ടോ. ആൻഡ് സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം. നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇതിനകത്ത് സെയിം ആ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് കളേഴ്സ് നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. സെയിം ആ ഒരു പീച്ച് ഷെയ്ഡ്, പിങ്ക് ഒരു മോവിലോട്ട് പോകുന്ന ഒരു പീച്ച് ഷെയ്ഡാട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ്. ഇതിൻ്റെ അപ്പർ പോർഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ ലോവർ പോർഷൻ ഒന്ന് ഞാൻ അപ്പിലോട്ട് വെച്ച് കാണിച്ചു തരാം ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. രസമായിട്ടുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗ്. ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട. ആൻഡ് സെറ്റൂണിൽ വന്നേക്കുന്ന ബോട്ടം. ഇതിൻ്റെ കോഡ് വരുന്ന SPP 327 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. 3599 പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോന് താഴെ ഇതിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. മെറൂൺ കഴിഞ്ഞാൽ മസ്റ്റാർഡ് യെല്ലോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് ചേരുന്ന ഷെയ്ഡ്. കാരണം ഈ ഒരു ടോൺ നമ്മളുടെ സ്കിൻ ടോണിന് ഒരു പ്രത്യേക ഭംഗി തരും എപ്പോഴും. ആ ഒരു ഡെപ്തുള്ള ഷെയ്ഡാണ്, പക്ഷേ ഇരുണ്ട് പോവില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് കളേഴ്സിന് നമ്മുടെ സ്കിന്നിന് ചേരുകയും ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡ്. ആൻഡ് ഐ എം ഇൻ ലവ് വിത്ത് ദിസ് കളർ ആൻഡ് ദി സാരി ഓൾ ടുഗെദർ. നമുക്ക് ഒരുപാട് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസ്. ഇപ്പം നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇപ്പം നമ്മളൊരു ബോട്ടിൽ ഗ്രീനിൻ്റെ കൂടെ ആണെങ്കിലോ റോയൽ ബ്ലൂവിൻ്റെ കൂടെയോ പിന്നെ ഒരു ഇപ്പം ഞാൻ പറയത്തിരിക്കുന്ന പോലത്തെ ഒരു ഓറഞ്ചോ മെറൂണോ ഏത് ഷെയ്ഡിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഡിസൈനർ ബ്ലൗസ് ഉണ്ടെങ്കിലും
നമുക്ക് ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന ലുക്കാണ് കേട്ടോ. 3199 റേഞ്ചിൽ ടാസോ ഫിനിഷിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. അതിനകത്ത് വേറെ കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയിൽ നമ്മൾ ബേജും ക്രീമിൻ്റെ ആയിട്ടുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. മെഷീനിലാണ് ആൻഡ് വിത്ത് സ്കാലപ്പ്. ടസറിൻ്റെ അതേ ഒരു ഫീലും വെയ്റ്റും ഒക്കെയാണ് ഈ സാരിക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഒരു ഫിനിഷിങ്ങിലാണ് എൻ്റെ വർക്കൊക്കെ ചെയ്തേക്കുന്നത്. ഇൻസൈഡ് പോർഷനും നീറ്റ്ലി ഫിനിഷ്ഡ് ആണ്. കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ നീറ്റായിട്ടുള്ള ലുക്കുമാണ് കേട്ടോ. തീരെ വെയിറ്റ് ഇല്ല. ആൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നതും ഒരു ലൈറ്റ് ഫീലിലായതുകൊണ്ട് അതിനും ഒരുപാട് വെയിറ്റ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. പല്ലു വരേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ബ്ലൗസ് സെയിം മെറ്റീരിയലാണ്. അതിനകത്ത് നമുക്ക് ഈ ഒരു ബോർഡർ പാറ്റേൺ ഫോർ ദ സ്ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട്. ക്രൂ നെക്സോ സിമ്പിളായിട്ടുള്ള നമ്മളെ റൗണ്ട് നെക്സ്, സ്ക്വയർ യൂസ് അങ്ങനെയുള്ള ഏത് നെക്കിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കതിന് ചെയ്തെടുക്കാം. നമ്മളുടെ ഒരു കംഫർട്ട് സോൺ അനുസരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. ഇപ്പം നമുക്കൊരു ഹോൾഡറൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കിൽ നമുക്ക് ആ ഒരു പാനലായിട്ട് ഈ ഒരു വർക്കിനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് ടു ഫ്രണ്ട് ചെയ്യാനും ചിലപ്പോൾ കാണും. അങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്ക് അതിനകത്ത് പ്ലാൻ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ഓൺലി 3199 SHC 189 എന്ന കോഡിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ടോണിൽ വരുന്ന മസ്റ്റർഡ് യെല്ലോ.